ഹലോ. അപ്പം നിൻ്റെ മോൻ്റെ മുടി കളയലാണ്. അപ്പോൾ ഓനാണെങ്കിൽ മുടി കളയാൻ സമ്മതിക്കുന്നേ ഉണ്ടായില്ല, ഭയങ്കര കരച്ചിലേന് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ആയപ്പോൾ അവൻ ഭയങ്കര കരച്ചിലേന് കേട്ടോ. എൻ്റെ മൂത്ത രണ്ട് മക്കൾക്കും ചെറുതിൽ മുടി കളയുമ്പോഴോ കുളിപ്പിക്കുമ്പോഴോ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കരയണ പ്രശ്നം ഇവന് കുളിപ്പിക്കുമ്പോഴും വെള്ളം തട്ടിയ കരയും. മുടി കളഞ്ഞപ്പോൾ അങ്ങനെയാണ്, എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ തീർന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ കുളിപ്പിക്കുമ്പോഴും കരച്ചിലാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഓനെ കുളിപ്പിക്കണം ഇങ്ങനെ നോക്കി നിൽക്കലേനു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഓനെ ഉറക്കി. പിന്നെ വരുന്നവർക്ക് ചായയും പൊറാട്ടയും പത്തിരിയും ഇതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മളും കുടിച്ച്. പിന്നെ ഉച്ചയായപ്പോൾ നാത്തൂന് നിൽക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സുർഫിയാനും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്ന് ഇപ്പോൾ ഇത് വരുന്ന നിൽക്കാൻ്റെ ആൾക്കാരാട്ടോ. അങ്ങനെ എന്താണ് നിൽക്കാതൊക്കെ കഴിഞ്ഞ് വന്നാരെല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ ഏട്ടത്തിൻ്റെ മോളും കൂടെ മോൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയേന്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് രണ്ടാമത്തെ കുട്ടിക്കൊക്കെ കൂടുതൽ ഡ്രസ്സ് കിട്ടുക, മൂന്നാമത്തെ എനിക്കൊന്നും അത്ര കൂടുതൽ കിട്ടൂല എന്നിട്ടോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഓരോന്നിങ്ങനെ എടുത്ത് നോക്കിയേനു ഡ്രസ്സ്, ഇത് വീട്ടിൽ നിന്ന് ഇടാ, ഇത് പോകുമ്പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇരിക്കേനെ കേട്ടോ. അങ്ങനെ അവരെല്ലാം പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.